പ്രൈസ് ഗോഡ്. വെൽക്കം ടു ഹോളി സ്പിരിറ്റ്. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ ഇന്നത്തെ ചിന്തക്കായിട്ട് 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 26-ാം തിരുവചനം. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. അപ്പോസ്തലനായ പൗലോസ്ലീഹ കൊരിന്ത്യ സഭയോട് പറയുന്നതായ ഒരു ഭാഗമാണത്. തമ്മിൽ പക്ഷം പറയാതെ. എൻ്റെ മുകളിലോട്ട് വായിക്കുമ്പോൾ കാണാം, അവിടെ അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാരൻ, പൗലോസിൻ്റെ പക്ഷക്കാരൻ, ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ, അങ്ങനെ ഒത്തിരി പക്ഷം പിടിക്കുന്ന സഹോദരന്മാരെ കാണുവാനായിട്ട് കഴിയും. പക്ഷേ ഇവിടെ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളെ വിളിച്ച വിളിയെ നോക്കുവിൻ. അപ്പം വിളിച്ചിരിക്കുന്ന വിളിയെ, ആ വിളിക്കകത്ത് നിന്നുകൊണ്ട് നോക്കിയാൽ മാത്രമേ നമ്മുടെ വിളിയെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയത്തുള്ളൂ. ലോക അഭിപ്രായമുണ്ടായിരുന്ന ജ്ഞാനികൾ ഇന്ന് കർത്താവിൻ്റെ വേലയിൽ ഇല്ല, ഏറെയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. അപ്പോൾ ആർക്കും വേണ്ടാത്തതിനെയാണ്, എല്ലാവരും തള്ളിക്കളഞ്ഞതിനെയാണ്, എല്ലാവരും മാറ്റി നിർത്തിയതിനെയാണ് ദൈവം തൻ്റെ വിളിക്കകത്തോട്ട്, ദൈവത്തിൻ്റെ വിളിക്കകത്തോട്ട് ദൈവം തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. കാരണം നമുക്കറിയാം, തിരുവചനങ്ങൾ മുഴുവനുമായി നാം പരിശോധിച്ചാൽ ഇവിടെ എല്ലാം ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട അഭിഷിക്തന്മാർ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പൈതൽ, ഇവരെല്ലാം ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെക്ക് ചെയ്താൽ ഒന്ന് നന്നായിരിക്കും. കാരണം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ പൗലോസ് ആ ഒരു കാറ്റഗറിയിലുള്ള വ്യക്തിയല്ലെങ്കിൽ പോലും അഭിഷിക്തൻ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവം വിളിച്ച വിളിക്കകത്തോട്ട് യാഥാർത്ഥ്യത്തിലോട്ട് വന്നപ്പോൾ അവനെല്ലാം ലോകത്തിലുണ്ടായിരുന്ന എല്ലാം ചപ്പും ചവറുമെന്നെണ്ണി. എന്നാൽ നമുക്കറിയാം, പത്രോസിനെ അറിയാം. അതുപോലെ ദൈവം തൻ്റെ വേലക്കകത്തോട്ട് വിളിച്ചപ്പോൾ ആ വിളി തിരിച്ചറിഞ്ഞ് അവരെഴുന്നേറ്റപ്പോൾ അവരിലൂടെ നടന്ന അത്ഭുതങ്ങൾ, അതിശയകരമായ ദൈവപ്രവർത്തികൾ. ഹല്ലേലൂയ. ഇന്ന് അതേ അഭിഷേകത്തിനകത്ത് ദൈവം നമ്മളെ വിളിച്ച് നിർത്തി, നമ്മുടെ വിളിക്കകത്തു നിന്നും ദൈവിക നിയോഗത്തിലോട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ വഴിയൊരുക്കുവാൻ, നമുക്കറിയാം, ആദ്യത്തെ കർത്താവിൻ്റെ വഴിയൊരുക്കാൻ വന്ന സ്നാപക യോഹന്നാൻ. ഹല്ലേലൂയ. അടുത്തത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വേഗം ആകണമെങ്കിൽ, അല്ലെങ്കിൽ വേഗം വരേണ്ടതിന് നമ്മളിലൂടെയാണ് കർത്താവിന് ഇനി വഴി ഒരുക്കപ്പെടേണ്ടത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിലുള്ളവരല്ല, നിങ്ങൾ ലോകത്തിൽ നിന്നും നിങ്ങളെ വിളിച്ചു വേർതിരിച്ചു ദൈവരാജ്യത്തിനകത്ത് ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്ത് നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ വിളിച്ച വിളിയെ നോക്കി നിങ്ങൾ മുമ്പോട്ട് പോവുക. ഹല്ലേലൂയ. നമ്മളല്ലാതെ നമ്മൾ ഇനി ഒരു ദൈവത്തിനൊരു സമയത്തിനകത്താണ് ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിപ്രായം ചോദിച്ചിട്ടല്ല, മറ്റുള്ളവരുടെ നിന്നും ആ വ്യക്തി എങ്ങനെയുള്ളതാണെന്ന് ചോദിച്ചിട്ടല്ല കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്ത്. എല്ലാവരും തള്ളിയപ്പോൾ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. ആ ബലമുള്ള കരം നമ്മളെ പിടിച്ചു. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ എഴുന്നേൽക്കുക, നിങ്ങളുടെ വിളിയെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി മുന്നോട്ട് പോകുക. ഈ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വിളിച്ചിരിക്കുന്ന അഭിഷേകത്തിനകത്ത്, നിങ്ങൾ വിളിച്ചിരിക്കുന്ന വിളിക്കകത്ത് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ ആ വരവ് വേഗത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ. നിങ്ങളുടെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെട്ട്, നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട്, നിങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെട്ട്, നിങ്ങളുടെ ആരോഗ്യം അനുഗ്രഹിക്കപ്പെട്ട്, നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ വലിയ ഒഴുക്ക് സംഭവിക്കട്ടെ. ഈ വചനങ്ങളാൽ ഇന്ന് പ്രഭാതത്തിൽ ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും യേശു കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.